ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിക്ക് നൽകിയത് വലിയ ഊർജമാണ്. മത്സരിച്ച 101 സീറ്റുകളിൽ 89 ഇടങ്ങളിലും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ജയിച്ചു. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി മാറുകയും ചെയ്തു. 88% ബീഹാറിൽ ബി.ജെ.പിയുടെ സ്ട്രൈക്ക് റേറ്റ്. എന്നാൽ ചില മണ്ഡലങ്ങളിലെ വിജയം ബി.ജെ.പിയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ട 12 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലെ പരാജയമാണ് ബി.ജെ.പി ഏറ്റവും അമ്പരപ്പിക്കുന്നത്. 10,000-ൽ താഴെ വോട്ടിന്റെ മാർജിനിലാണ് ഈ മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. രാംഗഡിൽ ബി.എസ്.പിയോട് വെറും 30 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ധാക്കയിൽ 178 വോട്ടുകൾക്ക് ആർ.ജെ.ഡിയോട് ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. സീമാഗഞ്ചിലെ ഫോബ്സ്ഗഞ്ചിൽ 221 വോട്ടുകൾക്ക് കോൺഗ്രസിനോടും ബി.ജെ.പി പരാജയപ്പെട്ടു. ബി.ജെ.പിയുടെ ഈ 12 തോൽവികളിൽ 4 സീമാഞ്ചലിൽ നിന്നാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലയാണിത്. ഈ മേഖലയിൽ കോൺഗ്രസിനും എ.ഐ.എം.ഐ.എമ്മിനും നേട്ടമായി. ബി.ജെ.പിയുടെ 2 തോൽവികൾ മിഥില, കോശി മേഖലയിലാണ്. അവിടെ ആർ.ജെ.ഡിയും ചെറിയ പാർട്ടികളുമാണ് വിജയിച്ചത്. ശേഷിക്കുന്ന 6 തോൽവികൾ സരൻ, ചമ്പാരൻ, മഗധ്, തിർഘട്ട് ഡിവിഷനുകളിലാണ്. അസറുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള എ.ഐ.എം.ഐ.എം 5 സീറ്റുകൾ നേടിയ സീമാഞ്ചൽ മേഖലയിൽ 4 സീറ്റുകളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അരാരിയ ജില്ലയിലെ ഫോബ്സ്ഗഞ്ചിൽ ബി.ജെ.പിയുടെ വിദ്യാസാഗർ കേശ്രി കോൺഗ്രസിന്റെ മനോജ് ബിശ്വാസിനോട് വെറും 221 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. കിഷൻഗഞ്ച് സീറ്റിൽ കോൺഗ്രസിന്റെ ഹംറുൽ ഹോഡ ബി.ജെ.പിയുടെ സ്വീറ്റി കുമാരിയെ 12,794 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 2020-ൽ ആർ.ജെ.ഡി വിജയിച്ച പൂർണിയ ജില്ലയിലെ ബൈസിയിൽ എ.ഐ.എം.ഐ.എം 27,251 വോട്ടുകൾക്ക് വിജയിച്ചു. കിഷൻഗഞ്ചിലെ കൊച്ചധാമനിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ബീനാദേവിയെ ഒവൈസിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സർവർ അലം 37,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. എ.ഐ.എം.ഐ.എമ്മിനും ആർ.ജെ.ഡിക്കും പിന്നിൽ ബീനാദേവി 3-ാം സ്ഥാനത്തെത്തി. 2025-ലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ട ഏറ്റവും വലിയ വോട്ട് ഭൂരിപക്ഷമാണിത്. പടിഞ്ഞാറൻ മിഥില, കോശി ബെൽറ്റിൽ ബി.ജെ.പി 2 പരാജയങ്ങൾ നേരിട്ടു. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 ബി.ജെ.പിയുടെ വിജയിച്ചിരുന്നു. ബിസ്ഫിയിൽ ആർ.ജെ.ഡിയുടെ ആസിഫ് അഹമ്മദ് ബി.ജെ.പിയുടെ മുൻ എം.എൽ.എ ഹരിഭൂഷൺ താക്കൂറിനെ 8,107 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. സഹർസയിൽ മഹാസഖ്യകക്ഷിയായ ഐ.ഐ.പി 2,038 വോട്ടുകൾക്ക് വിജയിച്ചു. ബീഹാറിൽ ഏറ്റവും അധികം വോട്ട് ഷെയർ ലഭിച്ചത് ആർ.ജെ.ഡിക്കാണ്. 143 സീറ്റുകളിൽ മത്സരിച്ചതിൽ 25 സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ 23% ആർ.ജെ.ഡിയുടെ വോട്ട് ഷെയർ. ഏറ്റവും ഉയർന്ന വോട്ട് ഷെയറാണിത്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 23.11% വോട്ട് ഷെയറാണ് ആർ.ജെ.ഡി നേടിയത്. 2025-ൽ അല്പം കുറവ് മാത്രം. എന്നാൽ വോട്ട് ഷെയറിൽ കാര്യമായ ഇടിവുണ്ടായില്ല. 1.15 കോടി ജനങ്ങളാണ് ആർ.ജെ.ഡിക്ക് വോട്ട് ചെയ്തത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയ പാർട്ടി ബി.ജെ.പിയാണ്. 89 സീറ്റുകളാണ് ബി.ജെ.പി വിജയിച്ചത്. എന്നാൽ 20.08% മാത്രമാണ് ബി.ജെ.പിയുടെ വോട്ട് ഷെയർ. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 19.46% വോട്ട് ഷെയർ. അല്പം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മാത്രം. ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവിന് കിട്ടിയത് 19.25% വോട്ട് ഷെയറാണ്.